മൊണാർക്കിയിൽ പൗരൻ്റെ ഉപഭോക്താവാണ് സ്റ്റേറ്റ്. പൗരനെ ഉപയോഗിച്ച് പൗരൻ ശരിക്കും പറഞ്ഞാൽ ഉപഭോക്താവെന്ന് പോലും പറയാൻ പറ്റില്ല, അടിമകളെ പോലെയാണ്. രാജാവ് പറയും വേണമെങ്കിൽ അനുസരിച്ചോണം, ഇല്ലെങ്കിൽ കണ്ടിച്ചു കൂടെ കളയും. ഇവിടെ അങ്ങനെയല്ല. രാജാവിനെ ചോദ്യം ചെയ്യും, നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തെയും ചോദ്യം ചെയ്യും, നിയമ സംവിധാനങ്ങൾക്ക് തെറ്റുപറ്റുകയാണെങ്കിൽ അതിനെയും ചോദ്യം ചെയ്യാം. എല്ലാത്തിനുള്ള സംവിധാനം ഇതിനകത്തിലുണ്ട്. ഇവിടെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് മാധ്യമങ്ങൾ എത്ര ദിവസം ആഘോഷിച്ചു? ഒറ്റ ദിവസം ആഘോഷിച്ചു. പിറ്റേന്ന് ഒരു 13 വയസ്സുള്ള കുഞ്ഞിന് കാണാനില്ല, തിരുവനന്തപുരത്ത് കാണാനില്ലെന്ന് പറഞ്ഞ് ലൈവായിരുന്നു. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാം, ജൂലൈ 23 വരെയാണ് കേരള പോലീസിൻ്റെ വെബ്സൈറ്റിൽ ലാസ്റ്റ് അപ്ഡേറ്റ് 24 വരെ 6100 പരം മിസ്സിംഗ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. 6100 പരം മിസ്സിംഗ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ 6100 പരം മിസ്സിംഗ് കേസുകളിൽ എത്ര പേർ, അതായത് നമ്മൾ കണക്ക് കൂട്ടുകയെന്ന് ഏകദേശം ഒരു ദിവസം 29 പേരെ വെച്ച്, എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളുടെ മാത്രം കണക്കാവുമെന്ന് എനിക്കറിയത്തില്ല, കുഞ്ഞുങ്ങളെയും കാണാതായിട്ടുണ്ട്. ടോട്ടൽ മിസ്സിംഗ് കേസ് ഒരു ദിവസം 29 പൗരന്മാരെ വെച്ച്, പൗരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പൗരന്മാരാകുന്ന വലിയവരും ചെറിയവരും എല്ലാവരും പോയി 29 പൗരന്മാരെ വെച്ച് കാണാതായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ നമ്പറാണ്. ഒരു ദിവസം 29 പേരെന്ന് പറഞ്ഞാൽ വളരെ വലിയ നമ്പറാണ്. 2018 മറ്റോ ആണോ ഞാൻ ഇത് നോക്കിയപ്പോൾ 12,000 മേളിൽ ആളുകളെ കാണാതായി. അപ്പോൾ ഒരു ദിവസം 30 മേളിൽ ആളുകളെ കാണും. 29 മേളിലാണ് കേട്ടോ, 29 പോയിന്റ് സംതിങ് വരും നമ്മുടെ ആവറേജ് എടുക്കുമ്പോൾ. ഇതിലെത്ര പേർക്ക് വേണ്ടിയിട്ട് ഈ മീഡിയ ഇതേപോലെ നടന്നിട്ടുണ്ട്? ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതൊരു കാര്യം. ഇത് മനഃപൂർവ്വം ഈ ഒരു കാര്യം മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കും, ആർക്കെങ്കിലും നമ്മൾ പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കും എന്ന് പറയുന്നത്. നമ്മളിത് മൊണാർക്കിയൊന്നുമല്ല, നമ്മൾ ഡെമോക്രസിയാണ്. പൗരൻ്റെ പേരിലൊരു പൗരന് ഒരു അതിക്രമം ഉണ്ടായി എന്നറിഞ്ഞാൽ കേസെടുക്കണം. അങ്ങനെയാണ് ഒരു സംവിധാനം. ഈ സൽമാൻ ഖാൻ്റെ കേസിൽ റോഡിൽ കിടന്നവരെ അവരുടെ മേളിൽ കൂടെ വണ്ടി കയറ്റിയ കേസ്, അവർക്കാരാണ് പരാതി കൊടുക്കാനുള്ളത്? സ്റ്റേറ്റ് സ്വമേധയാ കേസെടുത്തല്ലേ. അതുപോലെ എത്ര കേസുകളിൽ റോഡിൽ കിടന്ന്, ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഈ സൽമാൻ ഖാൻ്റെ കേസൊന്നും നമുക്ക് പറയണ്ട. റോഡിൽ കിടന്ന ഒരാൾ മരിക്കുന്നു, ഒരു ഭിക്ഷാടകൻ, സ്വന്തക്കാരോ ആരും ഇല്ലാത്ത ഒരു ഭിക്ഷാടകൻ, ഒരു മാനസികാരോഗ്യ, നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ആരോഗ്യമൊക്കെ മോശമായിട്ടുള്ള ആളുകൾ. ഇവർ മരിച്ചു കഴിഞ്ഞാൽ കേസുണ്ട്. അവർ മരിച്ചാൽ കേസുണ്ട്. ആ കേസ് അവർ ക്ലോസ് ചെയ്യും. അത് പോലീസുകാരോട് ചോദിച്ചാൽ മതി. ഇതാരാണ് ഇവർക്ക് വേണ്ടി കേസ് കൊടുക്കുന്നത്? സ്വമേധയാ കേസെടുക്കുകയാണ്. ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളോടക്കം അതിക്രമം നടന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു. പോസ്കോ കേസ് അടക്കം നടന്നിട്ടുണ്ടെന്നുള്ളത്. മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ഇവരൊക്കെ എവിടെ പോയി? പണ്ട് ഇത് കുഞ്ഞിന് എന്തോ പാല് കൊടുത്തില്ലെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും ഒക്കെ ഇടപെട്ട കേസറിയാമല്ലോ. അപ്പോൾ ഇവരൊക്കെ എവിടെ പോയി? സ്വമേധയാ കേസെടുക്കുന്ന ആളുകളൊക്കെ ഒരു സംഭവം കണ്ട്. ഹേമ കമ്മീഷനിൽ കൃത്യമായ എവിഡൻസുകളുണ്ട്. സ്റ്റേറ്റ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മൊണാർക്കി സ്റ്റൈലിലാണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈവൻ സുരേഷ് ഗോപി അടക്കം പ്രതികരിച്ചിരിക്കുന്നത് സംഘടനകൾ നടപടിയെടുക്കും എന്നുള്ള രീതിയിലാണ്. വളരെ തെറ്റായ സമീപനമാണ്. സംഘടനകളല്ല നടപടിയെടുക്കേണ്ടത്. പൗരന്മാർക്കെതിരെ വളരെ വലിയ കുറ്റകൃത്യം നടന്നിരിക്കുകയാണ്. ഇത് ശരിയായൊരു പോക്കല്ല, ഒരു ശരിയായ പോക്കല്ല. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്?